ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ EV മാർക്കറ്റിനെ ഒന്നടക്കം ഇളക്കി മറിക്കാൻ വന്നിരിക്കുന്ന പുതിയ ഒരു വണ്ടിയെക്കുറിച്ചാണ്. കിയ സൈറോസ് EV എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടോളൂ, എന്നിട്ട് മതിട്ടോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. ഇതിൽ 42 കിലോ വാട്ട് അതുപോലെ തന്നെ 51.4 കിലോ വാട്ട് എന്നിങ്ങനെ രണ്ട് കിടിലൻ ബാറ്ററി വേരിയൻറ്റുകളാണ് വരുന്നത്. ഇതിലുപയോഗിച്ചിട്ടുള്ളത് LFP ബാറ്ററി ടെക്നോളജി അല്ല, NMC ബാറ്ററി ടെക്നോളജിയാണ്. പക്ഷേ നിങ്ങൾ NMC ബാറ്ററി ടെക്നോളജി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ വണ്ടിയെ നിങ്ങൾ മാറ്റി നിർത്തേണ്ട, കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ NMC ബാറ്ററി ടെക്നോളജി എന്താണ്, LFP ബാറ്ററി ടെക്നോളജി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് പോയി കാണുക. രണ്ട് ടെക്നോളജിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടെക്നോളജിയാണ്. ഓരോന്നിലും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മുടെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഈ രണ്ട് ബാറ്ററി ടെക്നോളജിയിലും പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊരുപാട് ലേറ്റസ്റ്റ് ടെക്നോളജികൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ടെക്നോളജിയിലുള്ള വണ്ടികൾ വരാൻ പോകുന്നുള്ളൂ. അതുകൂടിയും ഇലക്ട്രിക് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ആകെ ഒരു തരംഗം തന്നെ ആയിരിക്കും. പിന്നെ ഫുൾ EVകളായിരിക്കും. അതിൽ വേറെ തർക്കങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ മുകളിൽ ലിങ്കിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് പോയിട്ടൊന്ന് കണ്ടു. ഓക്കെ, നമുക്ക് കിയ സൈറോസ് EVയിലോട്ട് തന്നെ തിരിച്ചു വരാം. ഇതിലെ വേരിയൻറ്റുകൾ, അവയിലെ ഫീച്ചറുകളും വെച്ച് നമുക്ക് സംസാരിക്കാം. ഇതിൻ്റെ ബേസ് മോഡൽ കണ്ടാൽ തന്നെ നിങ്ങളൊന്ന് ഞെട്ടിപ്പോകും. കാരണം ഇതിനൊക്കെ ബേസ് വേരിയൻറ്റ് എന്ന് വിളിക്കാൻ പറ്റൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിൻസർ EVയുടെ എക്സൈറ്റ് മോഡലിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അതും ഐ ബട്ടണിലൊന്ന് കൊടുക്കാം. അതിൻ്റെ ആ ബേസ് മോഡൽ കണ്ടാൽ തന്നെ അത് ബേസ് മോഡലാണോ എന്ന് തോന്നിപ്പോകും. ഇപ്പോൾ ഉള്ള ബേസ് മോഡൽ വണ്ടികളൊക്കെ അങ്ങനെയാണ്. നോക്കൂ, ബേസ് വേരിയൻറ്റിൽ തന്നെ 16 ഇഞ്ച് വരുന്ന ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസും ആൾ വീൽ ഡിസ്ക് ബ്രേക്സുമാണ് നൽകിയിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ടാറ്റയുടെ നെക്സോൺ EVയുടെ ബേസ് വേരിയൻറ്റിൽ പോലും റിയറിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല. എന്തിന്, നമ്മുടെ ടാറ്റ പഞ്ച് EV ഉണ്ടല്ലോ, അതിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ പോലും റിയറിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല. ഇതിൻ്റെ ഐസ് എഞ്ചിൻ വെഹിക്കിൾ കണ്ടവർക്ക് അറിയാം, ഉള്ളിലുള്ള ആ ഒരു സെറ്റപ്പ് ഒരു രക്ഷയുമില്ലാത്ത ആ ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പ് തന്നെയാണ് ഈ വണ്ടിയിലും കൊണ്ടുവന്നിട്ടുള്ളത്. 12.3 ഇഞ്ച് വരുന്ന 31.24 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള 12.3 ഇഞ്ച് വരുന്ന 31.24 സെൻറ്റിമീറ്റർ വരുന്ന HD ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് 12.7 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു ടച്ച് സ്ക്രീൻ എയർ കണ്ടീഷണർ കൺട്രോൾ പാനൽ. അങ്ങനെയാണ് ഒരു ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പായിട്ട് ആ ഒരു ഫ്രണ്ടിലുള്ള ഒരു കൺസോളിൽ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനു പുറമെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ, 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, +2 ട്വീറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്, പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ടിൽറ്റ് സ്റ്റിയറിങ്. ഫോൺ ചാർജ് ചെയ്യാൻ C പോർട്ട് ഇല്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട. ഫ്രണ്ടിലും റിയറിലും ആവശ്യത്തിലധികം C ടൈപ്പ് പോർട്സ് നൽകിയിട്ടുണ്ട്. ഓട്ടോ ഫോൾഡ് ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറർ, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ്, എല്ലാ ഡോറുകളും പവർ വിൻഡോസ് ആണ് വരുന്നത്. മുന്നിലെ ബോണറ്റിന് താഴെ ഫ്രണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട്, റിയർ AC വെൻസ് വരുന്നുണ്ട്, വിർച്വൽ എൻജിൻ സൗണ്ട് സിസ്റ്റവും വരുന്നുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നിങ്ങൾ നോക്കി നോക്കൂ, മറ്റേത് ബേസ് വേരിയൻറ്റ് വെഹിക്കിളിലാണ് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നത്? ഇത്രയും ഫീച്ചർ വരുന്ന ഈ ബേസ് വേരിയൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കേട്ടാലും നമ്മൾ ഞെട്ടിപ്പോവും. എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് വെറും 13.5 ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ. അതിനി ഓൺ റോഡിലോട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 15 ലക്ഷം രൂപയുടെ ഉള്ളിൽ ഈ വണ്ടി കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഈ വിലയിൽ ഇതൊരു പക്കാ വെർത്ത് വാല്യൂ ഫോർ മണി കാർ തന്നെയാണ് കേട്ടോ. EV ആണെന്നുള്ള കാര്യം ആലോചിക്കണേ. ഈ വണ്ടിയുടെ എല്ലാ വേരിയൻസിലെയും ഫീച്ചേഴ്സ് ഞാൻ താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു വാല്യൂ ഫോർ മണി എന്നുള്ള തരത്തിൽ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് തന്നെ നമ്മൾ എടുത്താൽ മതി. കാരണം അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് അതിൽ തന്നെ വരുന്നുണ്ട്. ഒരു മെയിൻ ഘടകം മാറ്റി നിർത്തി കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ റിയർ വ്യൂ ക്യാമറ വേണ്ടേ? അപ്പോൾ അത് ഇല്ലാതപ്പോൾ ആരും വണ്ടി ഓടിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അതിലൊന്ന് ആഫ്റ്റർ മാർക്കറ്റിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യത്തിലധികം അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതും 13.5 ലക്ഷം രൂപയ്ക്ക് ഒരു 42 കിലോ വാട്ട് വരുന്നൊരു വലിയ ബാറ്ററി ഉള്ള വണ്ടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റേഞ്ചും ഉണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വേരിയൻറ്റ് തന്നെയാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് കേട്ടോ. ഇനി ഇതിൻ്റെ നേരെ മുകളിലുള്ള വേരിയൻറ്റ് എടുക്കാൻ പോകുന്നവരോട് ഒരു 1.5 ലക്ഷം രൂപ നിങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കോ. അതായത് കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ള റിയർ വ്യൂ ഡൈനാമിക് അസിസ്റ്റൻസും ഒക്കെ ഉള്ള ഒരു ക്യാമറ, ഓക്കെ. പിന്നെ ക്രൂയിസ് കൺട്രോൾ, നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്ത് പോകാനുള്ള ക്രൂയിസ് കൺട്രോൾ സെറ്റപ്പ് അതിൽ വരുന്നുണ്ട്. പിന്നെ
100 വാട്ട് വരുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് സി ടൈപ്പ് പോർട്ടും അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾക്കും വേണ്ടി ഈ 1.5 ലക്ഷം രൂപ നമ്മൾ സ്ട്രെച്ച് ചെയ്യണോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കണേ. ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നമ്മൾ സ്ട്രെച്ച് ചെയ്തെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ് ടാറ്റ പഞ്ച് ഇവിയുടെ പുതിയത് നമുക്ക് 40 കിലോ വാട്ട് LFP ബാറ്ററിയോട് കൂടെ വരുന്ന വണ്ടിയുടെ ഫുൾ ഓപ്ഷൻ കിട്ടുമല്ലോ എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ 2 വണ്ടിയുടെയും ഉള്ളിലോട്ട് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർലി വിൻ ചെയ്യുന്നത് കിയ സൈറോസ് EV തന്നെയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ട്രിപ്പിൾ സ്ക്രീൻ സെറ്റപ്പും കാര്യങ്ങളൊന്നും പഞ്ചിൽ കിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ വണ്ടിയുടെ റിയർ സൈഡിലോട്ട് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിയർ AC വെൻസ് കിട്ടുന്നുണ്ട്, അത് പഞ്ച് EVയിലില്ല. ഇന്നത്തെ കാലത്ത് ഫോൺ ചാർജ് ചെയ്യാൻ C പോർട്ട് അതും ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. അതിനൊക്കെ പുറമെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ആ സീറ്റ്സ് നമുക്ക് വിൻസറിലെ പോലെ ഇൻക്ലൈൻ ചെയ്ത് ഒന്നുകൂടി റിലാക്സ് ചെയ്തിട്ടിരിക്കാം. കാല് മുന്നിൽ മുട്ടുന്നുള്ള ആ ഒരു തോന്നൽ അത് പഞ്ചിൽ തോന്നും, പക്ഷേ ഈ വണ്ടിയിൽ തോന്നില്ല, കാരണം വണ്ടി സ്പേഷ്യസ് ആണ്. അപ്പോൾ റിയർ സൈഡ് കംഫോർട്ടും സേഫ്റ്റിയും നമ്മൾ പറയണം. കാരണം പഞ്ചിൽ റിയർ സൈഡിൽ ഡിസ്ക് ബ്രേക്സ് വരുന്നില്ല, ഡ്രം ബ്രേക്സ് ആണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഈ വണ്ടി തന്നെയല്ലേ മുന്നിൽ. കിയയുടെ കാരൻസിൻ്റെ ക്ലാവിസ് EV ഉണ്ട്. അതിലുള്ള ബാറ്ററി പാക്കും അതിലുള്ള ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമായിട്ടുള്ള അവർ കുറച്ചുകൂടി പ്രൈസ് കുറച്ചിറക്കിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത്ര മോശക്കാരനല്ല. ഹുണ്ടായി ക്രെറ്റ EVയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ, അതിൽ വരുന്ന ആ ബാറ്ററി പാക്കും അതിൻ്റെ ആ ഒരു സ്പെക്കും കാര്യങ്ങളും നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. അതേപോലെ കിയ കാരൻസ് ക്ലാവിസ് EVയെക്കുറിച്ചും നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. ഇതേ സെറ്റപ്പ് തന്നെയാണ് ഈ വില കുറച്ച് ഇറക്കിയിട്ടുള്ള ഈ വണ്ടിയിലും കൊണ്ടുവന്നിട്ടുള്ളത്. ഏകദേശം അതേ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ തന്നെ, അതുപോലെ തന്നെ പവറും അതുപോലൊക്കെ തന്നെ. പക്ഷേ വിലയിലാണ് ഒരുപാട് തരത്തിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. ആ 2 വണ്ടി നിങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം രൂപയുടെ ആ പ്രൈസ് റേഞ്ചിൽ വരുന്ന വണ്ടിയാണ്. പക്ഷേ ഇവിടെ 13.5 ലക്ഷം രൂപക്കാണ് ഈ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് EVയുടെ മാർക്കറ്റ് മാക്സിമം താഴ്ന്നു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഇനി ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വീണ്ടും സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ക്രെറ്റ EVയെക്കുറിച്ചും അതുപോലെ തന്നെ കിയ കാരൻസ് ക്ലാവിസ് EVയെക്കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം അതൊന്ന് പോയി കണ്ടു നോക്കൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ വേരിയൻറ്റിലൂടെ 1 ലക്ഷം രൂപ കൂടെ നിങ്ങൾ കൂട്ടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പഞ്ചിൽ കിട്ടുന്ന പോലുള്ള സൺറൂഫ് ഒന്നുമല്ല, നമ്മുടെ നെക്സോൺ EVയുടെ ഒക്കെ ഫുൾ ഓപ്ഷനിൽ വരുന്ന പോലുള്ള ആ സൺറൂഫ്, അതായത് പാനോരമിക് സൺറൂഫ്. അപ്പോൾ നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ടത് നെക്സോണുമായിട്ടാണ് ഈ വണ്ടി. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 16 ലക്ഷം എക്സ്ഷോറൂം പ്രൈസ് വരുന്ന സമയത്ത് നമ്മളെ നെക്സോൺ EVയിൽ ഇത്രയും വലിയ ഒരു സൺറൂഫ് കിട്ടുന്നില്ല കേട്ടോ. നെക്സോണിൻ്റെ ആദ്യ വേരിയൻറ്റുകളിലൊക്കെ ചെറിയ സൺറൂഫാണ്, പാനോരമിക് സൺറൂഫ് വരുന്നില്ല എന്നുള്ള കാര്യം ആലോചിക്കുക. അതിന് പുറമെ 60/40 സ്പ്ലിറ്റ് സീറ്റ്സും റിയർ വൈപ്പർ, ഡീഫോഗർ അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൂടെ നമുക്ക് ഈ വണ്ടിയിൽ ഈ വേരിയൻറ്റിൽ കിട്ടുന്നതായിരിക്കും. ഇത്രയും പ്രൈസ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വരുമ്പോൾ, അതായത് ഇപ്പോൾ 16 ലക്ഷം രൂപയോളമായിട്ടുണ്ട്, നിങ്ങൾ പിന്നെയും ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ കുറച്ച് പോരായ്മകളുണ്ട് കേട്ടോ. അതായത് നമുക്കൊരു 15 ലക്ഷം രൂപയുടെ ഉള്ളിൽ പഞ്ച് EVയുടെ ഫുൾ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് അവിടെ കുറച്ചുകൂടി നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അവിടെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഫീച്ചേഴ്സ് അതിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോകാം. എന്നാലും ഇവിടെയാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം കുറച്ചുകൂടി വലിയ വണ്ടി, പിന്നെ ബാക്കിലെ കംഫോർട്ട് അത് ഈ വണ്ടിയിൽ തന്നെ ഉള്ളൂ. ഇനി നെക്സോണിലോട്ട് പോയി കഴിഞ്ഞാൽ നെക്സോണിനേക്കാളും ബാക്കിലെ കംഫോർട്ട് ഈ വണ്ടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും കേട്ടോ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതിവിടെ കിയ നന്നായിട്ട് കണ്ണിങ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ലാസ്റ്റിലെ ഈ ഫീച്ചേഴ്സ് അതൊക്കെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള ഫീച്ചേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കിയ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിൽ മാത്രമാണ്. അതായത് വലിയ ബാറ്ററി പാക്കുള്ള വലിയ വണ്ടി നിങ്ങൾ എടുക്കാൻ തയ്യാറാണോ എന്നാൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ കിട്ടും. അതായത് വലിയ ബാറ്ററി പാക്കോട് കൂടെ വരുന്ന 51.4 കിലോ വാട്ട് വരുന്ന ആ വണ്ടി, അതിലും 3 വേരിയൻറ്റുകളാണ് വരുന്നത്. എന്നാലും ഞാൻ ലാസ്റ്റിലുള്ള വേരിയൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത്, ഫുൾ ഓപ്ഷൻ്റെ. അതിൻ്റെ ആ ഒരു വേരിയൻറ്റിൻ്റെ പേര് എക്സ്ലൈൻ എന്നാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് 42 കിലോ വാട്ടിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിലാണ്. അതായത് 16 ലക്ഷം രൂപയുടെ വണ്ടി. അതിലൂടെ നിങ്ങൾ ഒരു 4 ലക്ഷം രൂപ സ്ട്രെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ലൈന് കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള 2 കാര്യം എന്ന് പറയാം. ഒന്ന് 51.4 കിലോ വാട്ട് വരുന്ന ആ വലിയ ബാറ്ററി പാക്കായി. പിന്നെ പ്രധാനമായിട്ടും വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് വീൽ സൈസ് കൂടി 17 ഇഞ്ചിൻ്റെ ക്രിസ്റ്റൽ കട്ട് ഡ്യുവൽ ടൂൺ എയറോ അലോയ് വീൽസാണ് വരുന്നത്. പിന്നെ കിയയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഓവർ ദ എയർ OTA അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കിട്ടി തുടങ്ങും. ഡ്രൈവർ കോക്പിറ്റിൽ വരുന്ന ആ ഒരു ക്ലസ്റ്റർ അത് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയി 31.24 സെൻറ്റിമീറ്റർ വരുന്ന 12.3 ഇഞ്ച് വരുന്ന HD ടച്ച് സ്ക്രീൻ നാവിഗേഷൻ കോക്പിറ്റ് ആയിട്ട് മാറും.
ഹാർമൻ കാർഡോൺ പ്രീമിയം 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഉണ്ടാവും. സ്മാർട്ട് ഡാഷ് ക്യാം വിത്ത് ഡ്യുവൽ ക്യാമറ സിസ്റ്റം വണ്ടിയിൽ വരും. അതിൻ്റെ ഒരു മൊബൈൽ ആപ്പും അതിൻ്റോടൊപ്പം ഉണ്ടാവും. പിന്നെ ഓട്ടോ ആൻറ്റി ഗ്ലെയർ റിയർ വ്യൂ മിറർ വിത്ത് കിയ കണക്ട് 2.0 കൺട്രോൾസ്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ കണക്റ്റഡ് ഫീച്ചേഴ്സ് ഒരുപാട് കൂടും. അതായത് 95+ എന്നൊക്കെ പറയുന്നത്. പിന്നെ റിയറിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് കിട്ടും. ഈ പ്രൈസ് റേഞ്ചിലൊക്കെ മറ്റേതെങ്കിലും ബ്രാൻഡ് റിയർ വെന്റിലേറ്റഡ് സീറ്റ്സ് നൽകുന്നുണ്ടോ എന്നുള്ളതുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വീഡിയോയുടെ താഴെ വന്നിട്ടൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അഡാസ് ലെവൽ 2 വിത്ത് 16 ഓട്ടോണമസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 360° ക്യാമറ, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ ഇൻ ക്ലസ്റ്റർ, വെഹിക്കിൾ ടു ലോഡ്, അതായത് മറ്റുള്ള അപ്ലയൻസസ് നമ്മളെ വണ്ടികളിൽ നിന്നും ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഈ വേരിയൻറ്റ് മാത്രം ഞാൻ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 360° ക്യാമറ നിങ്ങൾക്ക് പുറത്തുനിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ആ കമ്പനി സെറ്റപ്പുള്ള 360° ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും കിട്ടണമെങ്കിൽ 20 ലക്ഷം രൂപയുള്ള ഈ വേരിയൻറ്റിലോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് അഡാസ് ഫങ്ഷൻസും അതുപോലെ ഈ 360° ക്യാമറ സെറ്റപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഒഴിച്ചു മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ലോങ് റേഞ്ച് ആയിട്ടുള്ള വണ്ടി മാത്രം മതി എന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ആ ഒരു 42 കിലോവാട്ടിൻ്റെ ആ ഒരു ഫുൾ ഓപ്ഷൻ പറഞ്ഞല്ലോ 16 ലക്ഷം രൂപയുടെ വണ്ടി, അതിലൂടെ 1 ലാക്ക് നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ 17 ലാക്സ് നിങ്ങൾ ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 51.4 കിലോവാട്ട് വരുന്ന വണ്ടി കിട്ടും. അങ്ങനെ പ്രൈസിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയ നന്നായിട്ട് കണ്ണിങ് ആയിട്ട് പ്രൈസിങ് ചെയ്തിട്ടുണ്ട്. ടാറ്റ നെക്സോണിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ലെങ്ത്ത് കൊണ്ടും വിഡ്ത്ത് കൊണ്ടും ഹൈറ്റ് കൊണ്ടും ഈ വണ്ടി തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്. ലെങ്ത്ത് വരുന്നത് 3995 മില്ലിമീറ്റർ ആണെങ്കിൽ വിഡ്ത്ത് വരുന്നത് 1805 മില്ലിമീറ്റർ ആണ്. ഹൈറ്റ് 1670 മില്ലിമീറ്റർ. ഹോം ചാർജിങ്ങിൻ്റെ കാര്യത്തിലും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതായത് എല്ലാ ബ്രാൻഡുകളും 3.3 കിലോവാട്ട് വരുന്ന പോർട്ടബിൾ ചാർജർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 7.4 കിലോവാട്ട് വരുന്ന പോർട്ടബിൾ ചാർജറാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 7 മണിക്കൂർ കൊണ്ടൊക്കെ ഈ വണ്ടി ഫുൾ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. 10% മുതൽ 100% വരെ. മറ്റുള്ള വണ്ടികളൊക്കെ അതിലും കൂടുതലാണ്. അപ്പോൾ ഓവർനൈറ്റ് കുത്തിയിടുന്ന ആ ഒരു പ്രശ്നം ഈ വണ്ടിയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. ഇനി അതിന് പുറമെ നിങ്ങൾക്ക് ഒന്നുകൂടിയും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 11 കിലോവാട്ട് വരുന്ന ഒരു ഫിക്സ്ഡ് ചാർജർ വരുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% മുതൽ 100% വരെ ചാർജ് ആക്കാൻ ഏകദേശം ഒരു 4 മണിക്കൂറും 50 മിനിറ്റുമാണ് പറയുന്നത്. ഈ വണ്ടിയുടെ മാക്സിമം പവർ വരുന്നത് 42 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കിൽ 99 കിലോവാട്ട് അഥവാ 135 PS പവറാണ് വരുന്നത്. അതായത് നമ്മുടെ ടാറ്റ പഞ്ച് ഇ വിയിലൊക്കെ 95 വരുന്ന ഭാഗത്ത് ഇവിടെ 99 കിട്ടുന്നത് കൂടുതലാണ്. നെക്സോണോട്ട് കമ്പയർ ചെയ്യേണ്ടത് ഇതിൻ്റെ 51.4 കിലോവാട്ട് വരുന്ന ബാറ്ററി പാക്കാണ്. അപ്പോൾ അതിൽ മാക്സിമം പവർ വരുന്നത് 126 കിലോവാട്ട് അല്ലെങ്കിൽ 171 PS പവറാണ് സൈറോസ് ഇ വിയിൽ വരുന്നത്. എന്നാൽ നെക്സോണിൽ വരുന്നത് 106 കിലോവാട്ടാണ്. അതുപോലെ ഈ വണ്ടിയുടെ മാക്സിമം ടോർക്ക് വരുന്നത് 255 Nm ആണ്. അങ്ങനെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി തന്നെ മുന്നിലാവുള്ളൂ. കാരണം NMC ബാറ്ററിയാണ് ടെക്നോളജി ഇവിടെ വരുന്നത്. LFPയേക്കാളും പെർഫോമൻസ് കിട്ടുക NMC ടെക്നോളജിയിൽ തന്നെയാണ്. ഇനി ബാറ്ററി റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 42 കിലോവാട്ട് വരുന്ന ആ ഒരു ചെറിയ ബാറ്ററി പാക്കിൽ കിട്ടുന്ന റേഞ്ച് 443 കിലോമീറ്റർ ആണ് IDC റേഞ്ച് പറയുന്നത്. എന്നാൽ വലിയ ബാറ്ററി പാക്ക് ആയിട്ടുള്ള 51.4 കിലോവാട്ടിൽ റേഞ്ച് വരുന്നത് 526 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇത് ഒരു വാല്യൂ ഫോർ മണി കാർ ആണോ എന്നുള്ള കാര്യം നമ്മൾ നന്നായിട്ടൊന്ന് പഠിക്കുക. നിങ്ങൾ ഷോറൂമിൽ തന്നെ വിസിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓക്കെ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി എടുത്തോ. കാരണം ഇലക്ട്രിക് തന്നെയാണ് ഇനിയുള്ള യുഗം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിലൂടെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ I am going to signing off. This is your friend Fasi Muhammad.